പ്രിയ സ്നേഹിതരെ, നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ഇനം വൃക്ഷമാണ് ആൽവൃക്ഷം. അമ്പലങ്ങൾക്ക് ചുറ്റിലും മറ്റ് പലയിടങ്ങളിലും ഇന്നും നമുക്ക് ആൽവൃക്ഷങ്ങളെ കാണാൻ കഴിയും. ഈ വൃക്ഷങ്ങളുടെ ഒരു പ്രത്യേകത, ഇത് കുറെ അങ്ങോട്ട് വളർന്നു കഴിയുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ശിഖരങ്ങളിൽ നിന്നെല്ലാം അനേകം വള്ളികൾ വളരാൻ തുടങ്ങുന്നു. ആ വള്ളികൾ വളർന്ന് താഴേക്ക് തൂങ്ങി വളർന്ന് ക്രമേണ ഇത് മണ്ണിൽ മുട്ടാൻ ഈ വള്ളികൾക്ക് സാധിച്ചാൽ ഈ വള്ളികൾ പിന്നെയും മണ്ണിനടിയിലേക്ക് വളർന്നു പോകുന്നു. ആ മണ്ണിനടിയിലുള്ള വള്ളിയുടെ ഭാഗങ്ങൾ വേരിൻ്റെ പ്രവർത്തനം എന്നതുപോലെ വെള്ളവും വളവും വലിച്ചെടുക്കത്തക്കവണ്ണം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. അതിനാൽ മണ്ണിന് മുകളിലുള്ള വള്ളിയുടെ ഭാഗങ്ങൾ ശിഖരത്തോട് ചേർന്ന് നിന്ന് ഈ പ്രധാനപ്പെട്ട വൃക്ഷത്തിൻ്റെ സഹായത്തോട് ഈ വള്ളികളും വളർന്ന് പിൽക്കാലങ്ങളിൽ ഒരു ആൽവൃക്ഷമായി രൂപാന്തരപ്പെടുന്നു. ഇതിന് നല്ലൊരു ഉദാഹരണമാണ് നമുക്ക് മദ്രാസിനടുത്ത് അടയാറിൽ 400-ൽ കൂടുതൽ വർഷം പഴക്കമുള്ള ആൽവൃക്ഷവും അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ആൽവൃക്ഷങ്ങളുമുണ്ട്. അങ്ങനെ വളരെയേറെ ഇടത്ത് ഇത് പടർന്ന് പന്തലിച്ച് വളർന്നു നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് എന്ന് പോയി കണ്ടിട്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട് നിൽക്കുന്ന ഈ തള്ളവൃക്ഷം ആൽവൃക്ഷത്തിൻ്റെ സഹായത്തോടെ ചേർന്ന് വരുന്ന ആശ്രയിക്കുന്ന ഈ ചെറിയ വള്ളികൾക്കും പിൽക്കാലങ്ങളിൽ വളർന്ന് ഒരു മരമാകാൻ കഴിയുന്നു, ആൽവൃക്ഷമാകാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. ഞാൻ ഓർക്കുന്നു, പണ്ടൊക്കെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിഥി സൽക്കാരം മറക്കരുത്. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന, സഹായം ചോദിച്ചു വരുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക, അല്പം ഭക്ഷണം കൊടുക്കുക, അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ മലയാളക്കരയിലെ ഒരു സംസ്കാരമായിരുന്നു. എന്നാൽ നമ്മുടെ സുരക്ഷിതത്വം ഇല്ലായ്മ കാരണം ഇന്ന് നമ്മൾ നമ്മുടെ വീടിന് ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് ഇട്ട് നമ്മൾ ഭദ്രമാക്കി വെക്കുന്നു, കാരണം സുരക്ഷയുടെ പ്രശ്നമുള്ളത് കൊണ്ട്. എന്നാൽ നമ്മുടെ മിത്രങ്ങൾ, നമുക്ക് പരിചയമുള്ളവർ നമ്മുടെ വീട്ടിലേക്ക് അനുവാദം ചോദിച്ച് കയറി വന്നാൽ നമ്മൾ ഇന്നും അവരെ സൽക്കരിക്കാറുണ്ട്. അതിഥി സൽക്കാരം നമ്മൾ ആരും മറന്നിട്ടില്ല. എന്നാൽ പണ്ടുള്ളവർ ചെയ്യുന്നത് പോലെ ഇന്ന് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മളോട് സഹായം ചോദിച്ചു വരികയോ നമ്മളിൽ ആശ്രയിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തി, അത് മിത്രമായിരുന്നാലും ശത്രുവായിരുന്നാലും, അവർക്ക് അത്യാവശ്യം വേണ്ട പരിചരണം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഞാൻ പറഞ്ഞത്, ഇതേപോലെ നമ്മൾ ഓരോരുത്തരും മറ്റനേകരിൽ സഹായം ചോദിച്ചെല്ലാറുണ്ട്. അവരൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളതും നമുക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെയുള്ളവരെ നാം ഒരിക്കലും മറക്കാറില്ല. നമ്മുടെ ആവശ്യങ്ങളിൽ നമുക്ക് സഹായം വേണ്ടപ്പോൾ നമ്മൾ മറ്റൊരാളെ ആശ്രയിച്ചു, അവർ നമ്മളെ സഹായിച്ചു എങ്കിൽ അത് നമ്മളെന്നും നന്ദിയോടെ ഓർക്കുന്നൊരു വിഷയമാണ്. ഇതേപോലെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് സഹായം ചോദിച്ച് ചെല്ലുന്ന ഏതൊരു വ്യക്തിയെയും ദൈവവും ഒരിക്കലും കൈവിടുകയില്ല. ദൈവം പറയുന്ന ഒരു വാക്ക് വേദപുസ്തകത്തിലുള്ളത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം പറയുന്നതായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ചില വാക്കുകളുടെ വേദപുസ്തകത്തിലുള്ളത് ഈ ചിന്തയോടനുബന്ധിച്ചുള്ളത് ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ, ശ്രദ്ധയോടെ കേൾക്കുമല്ലോ. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ നോക്കിയേ, ഭാഗ്യ പദവി ആയിട്ടാണ് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവമാണ് എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, അവൻ ഭാഗ്യവാനാണ്. പിന്നെ അവൻ വെള്ളത്തിന് അരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെ ആകും. അപ്പൊ നമ്മൾ നേരത്തെ ആൽവൃക്ഷത്തിന് മറ്റ് ആ വള്ളികൾ ആ ശിഖരത്തോടും തള്ളവൃക്ഷത്തോടും ചേർന്ന് നിന്നത് കൊണ്ട് അതിനും ഒരു വൃക്ഷമായി വളരാൻ കഴിഞ്ഞതുപോലെ ഉള്ള അതേപോലെ ഉദാഹരണം പറയുന്നത്, ഈ ഭാഗ്യവാനായ മനുഷ്യൻ, ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല,
അതിൻ്റെ ഇല പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും എന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കിലേക്ക് സഹായം ചോദിച്ചു വരികയോ അല്ലെങ്കിൽ നമ്മൾ ഒരാളിലേക്ക് ആശ്രയം വെച്ച് സഹായം ചോദിച്ചു ചെല്ലുമ്പോൾ അവർ നമ്മളെ സഹായിച്ചാൽ എത്ര സന്തോഷം നമുക്കുണ്ടാകുന്നുവോ അതിലും 100 ഇരട്ടി സന്തോഷം, 100 ഇരട്ടി നന്മ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ, ദൈവമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് ചെല്ലുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം സഹായിക്കുന്നു. ആറ്റരികെ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ അത് വളർന്ന് പന്തലിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്നു എന്ന് നാം വായിച്ചു കേട്ടതുപോലെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം, ജീവനുള്ള ദൈവത്തിൽ പിൻപറ്റാം. നമുക്കും ജീവനുള്ള മനുഷ്യരായി ആരോഗ്യം പുഷ്ടിയുമുള്ളവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.